മലയാള സാഹിത്യത്തിനോട് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇവിടെ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾക്ക് ഇതിന്റെ അർത്ഥം എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലത് മലയാള ഭാഷയിൽ അല്പം പാണ്ഡിത്യം ഉണ്ടെങ്കിലേ അതിന്റെ കെ.വി. സൈമൺ സാറിന്റെ പാട്ടുകളെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ആദ്യം പാടുന്ന ചില വരികള് അതിന്റെ അർത്ഥം ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാം. ഇവിടെ പേഴ്സി സിസ്റ്റർ നല്ല ആത്മാവിന്റെ നല്ല ഒരു സാന്നിധ്യത്തിൽ ഇവിടെ ആയിരിക്കുമ്പോൾ ഇത് ജ്ഞാനത്തിന്റെ വാക്കുകളാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ആത്മാ നിറവുണ്ടാവുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിലും ഇത് അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിൽ നിന്നാണ്. നമുക്കറിയാം കെ.വി. സൈമൺ സാർ എന്ന് പറഞ്ഞ മഹാകവിയാണ്. ആദ്യത്തെ ഒരു 2 പാരഗ്രാഫിന്റെ അർത്ഥം ഇതാണ്: ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു, പുൽക്കൊടിയിലും ഒരു ചാഞ്ഞ പുൽക്കൊടിയെക്കാട്ടിലും താഴേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്നിട്ട് കവി ഇവിടെ പറയുന്നത്, നമ്മുടെ ബൈബിളിൽ ഇങ്ങനൊരു വചനമുണ്ട്: എളിയവരെ ആദരിക്കുന്നവർ ഭാഗ്യവാന്മാർ, അനന്ത ദിവസത്തിൽ യഹോവ അവനെ കാത്തുകൊള്ളും എന്ന് പറഞ്ഞ പോലെ ഇരുളിൽ കിടക്കുന്ന അല്ലെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകളിൽ, കുഞ്ഞുങ്ങളിൽ ഞാൻ എന്റെ ദൈവത്തെ കാണുന്നു എന്ന ഒരു അർത്ഥം കൂടെ ഇതിനുണ്ട്. തൃക്കഴലിണ കൂപ്പുവാനൻ തല, തൃക്കഴലിണ കൂപ്പുവാനൻ തല, പുൽക്കൊടിയിലും കീഴിലായി താഴിലും, തൃക്കഴലിണ കൂപ്പുവാനൻ തല, പുൽക്കൊടിയിലും കീഴിലായി താഴിലും, എത്തിയിടും നീല തൃപ്പാദ പാംസുവാലർജിതങ്ങളാൽ താണോരിടങ്ങളിൽ ചേറിലാണ്ട് ഇരുളിലാണ്ട് ചേരികൾ സദാ നെരുങ്ങുന്നിടത്തത്രേ തൃച്ചേവടികളെ താങ്ങുന്ന പൊൻപീഠം വിലസുന്നു. സാധ്യമല്ലഹംഭാവത്തിൽ ഭവൽ സന്നിധിയിലേക്കൊന്നെത്തി നോക്കിയിടുവാൻ പോലും, സാധ്യമല്ലഹംഭാവത്തിന് ഭവൽ സന്നിധിയിലേക്കൊന്നെത്തി നോക്കിയിടുവാൻ പോലും. അടുത്തത് ഉൽപ്പത്തി പുസ്തകത്തെ ആസ്പദമാക്കി അദ്ദേഹം ഒരു മഹാകാവ്യമുണ്ട്, വേദവികാരം. അങ്ങനെയാണ് അദ്ദേഹത്തിന് മഹാകവി എന്ന പേരിന് അർഹനായി. അതിലെ ചില വരികളിലൂടെ ഞാൻ പാടിയിട്ട് ഇരിക്കാം. യാതൊന്നിൽ നിന്നും സർവമുൽപ്പന്നമായിടുന്നു, യാതൊന്നിൻ സഹായത്താൽ നിലനിൽക്കുന്നു സർവവും, യാതൊന്നിലെല്ലാം അന്തേ വിലയിക്കുന്ന ദിവ്യയാതന്റെ പാതാരവിന്ദങ്ങളെ മമാലംബം. യാഹ്വേ എന്നുള്ള ആ യഹോവ എന്നുള്ള ചുരുക്കപ്പല യാഹ്വേ. യാതൊന്നിൽ നിന്നും സർവമുൽപ്പന്നമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം ആദ്യം ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ദൈവം എല്ലാം ദൈവത്തിൽ നിന്ന് സൃഷ്ടിച്ചതാണ്. യാഹ്വേ യഹോവ എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. യാതൊന്നിൽ നിന്നും സർവമുൽപ്പന്നമായിരുന്നു, യാതൊന്നിൻ സഹായത്താൽ നിലനിൽക്കുന്നു സർവവും, യാതൊന്നിലെല്ലാം അന്തേ വിലയിക്കുന്ന ദിവ്യയാതന്റെ പാതാരവിന്ദങ്ങളെ മമാലംബം. യാതൊരു കാലത്തെ ആരാധിയായി നിർദ്ദേശിപ്പതി
ആയതിനറുതിയില്ലാതുള്ള യുഗം മുൻപും വീരരൂപനായി വിമലാഭനായി നിന്ന മഹാനീതി ധീരതിയെ ഞാൻ ആദരാൽ വന്ദിക്കുന്നേ. സകല ലോകങ്ങൾക്കും ആദികാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആഹാരപ്രദനിവൻ, സകല ദേവവൃന്ദവന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേരുന്ന വലിയവൻ. പരമാനന്ദമൂർത്തേ ഭഗവൽ ജയ ജയ, ധരണിക്കുദ്ധാരണം നൽകിയ നാദാ ജയ ജയ, നിരവായമാം വഴി കാണിക്കും വിശുദ്ധാത്മൻ, നിരുപാധികതയാ ജയിക്കാൻ നിത്യം പ്രഭോ. എന്ന് പറഞ്ഞാല് എനിക്ക് യാതൊരു ഉപാധിയുമില്ല, എനിക്ക് യാതൊരു കാര്യങ്ങളും പറയാനില്ല, അവിടുന്ന് എപ്പോഴും ജയിക്കുക. എന്ന് പറഞ്ഞാല് ഒരു ബ്ലാങ്ക് പേപ്പറിൽ നമ്മളൊരു സൈൻ ഇട്ടിട്ട് ദൈവത്തിന്റെ കൊടുക്കുകയാണ്, അങ്ങേക്ക് ഇഷ്ടമുള്ളതുപോലെ അല്ലെങ്കിൽ ഞാൻ മുഴുവനായി സമർപ്പിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പരമാനന്ദമൂർത്തേ ഭഗവൽ ജയ ജയ, ധരണിക്കുദ്ധാരണം നൽകിയ നാദാ ജയ ജയ, നിരവായമാം വഴി കാണിക്കും വിശുദ്ധാത്മൻ, നിരുപാധികതയാ ജയിക്കാൻ നിത്യം പ്രഭോ. നമസ്തേ സർവേശ്വര, നമസ്തേ ധ്രുവാനവ, നമസ്തേ ദേവദേവ, നമസ്തേ വിശ്വവന്യ, നമസ്തേ നഗജനപാലന പരായണ, നമസ്തേ ഭക്തനേത്രമാത്മമാർജനാവിഹോ. മോശയിൻ നാവിനെ നീ പ്രവർത്തിക്ഷമമാക്കി, സ്വാശയം കഴുതയെ കൊണ്ടു നീ പറയിച്ചു, ദാസരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു, മോശമായൊന്നുമില്ല നിന്നുടെ കരം ചേർന്നാൽ. വിക്കനായ മോശയെ ദൈവം വിക്കില്ലാത്തവനാക്കി തന്റെ ആത്മാവ് വന്നപ്പോൾ വിക്കില്ലാത്തവനായി സംസാരിച്ചു. അതുപോലെ കഴുതയെ കൊണ്ട് ദൈവം സംസാരിപ്പിച്ചു. വിദ്യാഭ്യാസമില്ലാത്ത മുക്കുവരെ കൊണ്ട് ഏറ്റവും വലിയ പ്രഭാഷണങ്ങൾ ചെയ്യിക്കുവാനിടയായിരുന്നു. മൂന്നാല് വരികളൂടെ പാടിയിട്ട് ഞാനിത് നിർത്താം. ഊഴിക്കു നിർമ്മാതാവേ ദൈവനിർണയമാകുമാഴവും ബഹുവിധ വ്യാഖ്യാന ഭംഗങ്ങളും, ചോഴുറ്റ ഗഹനാർത്ഥമാം ശബ്ദമാം തിമികളുമേടുന്ന വേദമാകുമാഴിയിലാലിറങ്ങും. എങ്കിലും അവിടുത്തെ സാക്ഷ്യമായിടുന്ന ഒരു തുങ്കമാം പ്ലവയന്ത്രം തന്നിൽ ഞാനിരിക്കുകയിൽ, വൻകടൽ അതിൽ ചില ഭാഗങ്ങൾ വീക്ഷിക്കുവാൻ സങ്കടമെന്നേ സാധിച്ചിടുമില്ലൊരു തർക്കം. മഹാകവി പറയുന്നത്, സമുദ്രത്തിൽ നിന്ന് ഞാനൊരു തുള്ളി വെള്ളമെടുത്താൽ അത്രയും പോലും ഞാൻ യേശുവിനെ മനസ്സിലാക്കിയിട്ടില്ല. അല്ലെങ്കിൽ സമുദ്രത്തിലൂടെ ഞാനൊരു ചെറിയ കൊതുമ്പ് വള്ളത്തിൽ യാത്ര ചെയ്താൽ ഈ കടലിന്റെ എല്ലാം എനിക്ക് അറിയണമെന്നുമില്ല, അറിഞ്ഞിട്ടുമില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഊഴിക്കു നിർമ്മാതാവേ ദൈവനിർണയമാകുമാഴവും ബഹുവിധ വ്യാഖ്യാന ഭംഗങ്ങളും, ചൂടുറ്റ ഗഹനാർത്ഥമാം ശബ്ദമാം തിരികളുമേഴുന്ന വേദമാകുമാഴിയിൽ ആലിറങ്ങും. എങ്കിലും അവിടുത്തെ സാഖ്യമായിടുന്നൊരു തുങ്കമാം പ്ലവയന്ത്രം തന്നിൽ ഞാനിരിക്കുകയിൽ, വൻകടലിതിൻ ചില ഭാഗങ്ങൾ വീക്ഷിക്കുവാൻ സങ്കടമെന്നെ സാധിച്ചിടുമില്ലൊരു തർക്കം. ഞാൻ അറിയേണ്ടതുപോലെ ഒന്നും അറിഞ്ഞിട്ടില്ല, യേശുവിനെ കുറിച്ച് കാണേണ്ടതുപോലെ കണ്ടിട്ടുമില്ല, കേൾക്കേണ്ടതുപോലെ കേട്ടിട്ടുമില്ല, എനിക്കൊന്നും അറിയത്തില്ല എന്നാണ്